നമസ്കാരം. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. തെരച്ചിൽ തുടരണമെന്നത് തന്നെയാണ് കുടുംബത്തിന്റെ ഉൾപ്പെടെയുള്ള ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. അർജുനായുള്ള തെരച്ചിൽ 2 ദിവസത്തിനകം പുനരാരംഭിക്കാനാകുമെന്ന് കർണാടക സർക്കാർ ഉറപ്പു നൽകിയതായി എ അഷ്റഫ് MLA വ്യക്തമാക്കി. കർണാടക ചീഫ് സെക്രട്ടറിയുമായി മഞ്ചേശ്വരം MLA ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. പുഴയിലെ അടിയൊഴുക്ക് 4 നോട്ട്സായി കുറഞ്ഞെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. നേവിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. അർജുനായുള്ള തിരച്ചിൽ 14ാമത്തെ ദിവസമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. നിലവിൽ 4 നോട്ട് വേഗതയിലാണ് ഗംഗാവലി പുഴ ഒഴുകുന്നത്. അത് 2 നോട്ട് വേഗതയിലായാൽ ദൗത്യം വീണ്ടും തുടങ്ങാമെന്നാണ് കരുതുന്നതെന്ന് അഷ്റഫ് MLA പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ പുഴയുടെ ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞാൽ തെരച്ചിൽ നടത്താൻ സാധിക്കും. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും കാർവാർ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ച് തെരച്ചിൽ രീതി ആലോചിക്കും. പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് 2 ദിവസത്തിൽ തീരുമാനമെടുക്കാമെന്ന് ഉറപ്പ് കിട്ടിയെന്നും അഷ്റഫ് MLA കൂട്ടിച്ചേർത്തു. അഷ്റഫ് MLA മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഓഫീസറെ ബംഗളൂരു വിധാന സൗധിയിലെത്തി കണ്ടു. അതേസമയം അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ നിയമനം നൽകും. ബാങ്ക് അധികൃതർ നേരിട്ടെത്തി അർജുന്റെ കുടുംബത്തെ വിവരം അറിയിച്ചു. നേരത്തെ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും അറിയിച്ചിരുന്നു. അർജുന്റെ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിക്കുകയായിരുന്നു. ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം ലഭിക്കുന്ന പക്ഷം ബാങ്ക് തയ്യാറാണെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അർജുന്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോൾ കുടുംബം നിവേദനം നൽകിയിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അറിയിപ്പൊന്നും നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചിരുന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറാണ് നേരിട്ടെത്തി കുടുംബത്തെ ഈ മറുപടി രേഖാമൂലം നൽകിയത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നടന്നത് നിർത്തിവെച്ചിട്ട് ഏറെ ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. മോശം കാലാവസ്ഥയായിരുന്നു ഇതിന് കാരണം. എന്നാൽ ദൗത്യം തുടരാനായിരുന്നു കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു ഇത്തരത്തിൽ ഉത്തരവിട്ടത്. ഇതോടെ അന്വേഷണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും എന്നാണ് തുടങ്ങുക എന്നും വ്യക്തമാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഷിരൂരിൽ നിന്ന് ഏറെ ദൂരെ കടലിൽ ഒരു മൃതദേഹം കിട്ടിയെങ്കിലും 3 ദിവസം മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാണെന്ന് ശരീരമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ദേശീയപാതയിലെ വാഹന ഗതാഗതം നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 17 ദിവസത്തിന് ശേഷമായിരുന്നു ഈ പാത വാഹനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്നായിരുന്നു ദേശീയപാത 66 ഗതാഗതം നിരോധിച്ചത്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് പ്രദേശത്ത് കാണാതായത്. ഇതിലൊരാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അർജുൻ ഒഴിച്ച് ലോറിയും പുഴയുടെ ആഴങ്ങളിൽ എവിടെയുണ്ട്. 13 ദിവസം കർണാടക സർക്കാരും നാവികസേനയും തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മുങ്ങൽ വിദഗ്ധരും പരാജയം സംബന്ധിച്ച് പിന്മാറി. എന്നാൽ കേരളം തിരച്ചിൽ തുടരണമെന്ന നിലപാടുമെടുത്തു. ഇതോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗത്തെ ഷിരൂരിലേക്ക് അയച്ചത്. കാർഷിക സർവകലാശാല സാങ്കേതിക വിഭാഗം വിദഗ്ധരായ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ AJ വിവൻസി, പുഴയ്ക്കൽ അഗ്രികൾച്ചറൽ VS പ്രതീഷ്, കോഴിക്കോട് മേഖലാ ഓപ്പറേറ്റർ നിതിൻ, തൃശൂർ ADM മുരളി എന്നിവരടങ്ങിയ സംഘമായിരുന്നു അവിടെ സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. പുഴയുടെ ആഴവും ഒഴുക്കും പരിശോധിച്ച സംഘം ഉത്തര കർണാടക ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മണ്ണ് നീക്കം ചെയ്ത് അർജുന്റെ ലോറി പുറത്തെടുക്കുക അസാധ്യമാണെന്ന നിലയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്.